അടുക്കളകളിലേക്ക് ഈ പ്രതിസന്ധി എങ്ങനെയാണ് ആഴ്ചകൾ പശ്ചിമേഷ്യൻ സംഘർഷം ഏതാണ്ട് 24 ദിവസമാകുമ്പോൾ വ്യാപിക്കുന്നത് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. കത്തുന്നത് ആശങ്ക മാത്രം. ആദ്യം വാണിജ്യ സിലിണ്ടറുകളുമായി ബന്ധപ്പെട്ടായിരുന്നു നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നീട് ഗാർഹിക സിലിണ്ടറുകളുമായി ബന്ധപ്പെട്ട ഒരു നിയന്ത്രണം വന്നു. അത് ഗ്രാമീണ മേഖലകളിൽ അടക്കമായിരുന്നു. അത് ഈ ബുക്കിങ്ങിന്റെ സമയം അധികം ദീർഘിപ്പിച്ചിരുന്നു. കാരണം ഗ്രാമീണ മേഖലയിലുള്ള ആളുകൾ മറ്റു മാർഗങ്ങൾ കൂടി പാചകത്തിന് തേടണം എന്നുള്ളതായിരുന്നു വിശദീകരണം. അത് പിന്നീട് 45 ദിവസം എന്ന വലിയ സമയത്തിലേക്ക് ഉയർത്തി. ഇപ്പോൾ നഗരങ്ങളിലുള്ളവരുടെ പ്രശ്നം ഇതിലേറെ ഗുരുതരമാണ്. ഇപ്പോൾ പാചകവാതകക്ഷാമം നേരിടാൻ ഗാർഹിക സിലിണ്ടറുകളിൽ അളവ് കുറയ്ക്കാനുള്ള ഒരു നീക്കം കൂടി നടക്കുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത. 14.2 കിലോ സിലിണ്ടറിൽ നിന്ന് അത് 10 കിലോ നിറയ്ക്കുന്നതിനായി കമ്പനികൾ ഒരു ആലോചന നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അളവ് കുറയ്ക്കുന്നതിന് ആനുപാതികമായി വിലയും കുറയ്ക്കുമെന്നുള്ളതാണ് ഇതുവരെ വരുന്ന വിവരം. പരമാവധി ആളുകളിലേക്ക് LPG എത്തിക്കുകയാണ് ലക്ഷ്യമെന്നാണ് വിശദീകരിക്കുന്നത്. വൈശാഖ് ആര്യനാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. വൈശാഖ്, പരമാവധി ആളുകളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് പറയുമ്പോഴും ഇത് ഈ ഗാർഹിക ഉപഭോക്താക്കൾക്കും ഒരു നിയന്ത്രണം വരുന്നു എന്നുള്ളതിന്റെ സൂചനയായി കൂടി കാണേണ്ടേ? നിമ്മി, 93,500 ടൺ LPG ആണ് ഒരു ദിവസം ഇന്ത്യയിൽ ഉപഭോഗത്തിനായിട്ട് വേണ്ടത്. എന്നാൽ ഈ ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യയുടെ എണ്ണ കപ്പലുകൾ LPG നിറച്ചു വരേണ്ട കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം, അതുപോലെ തന്നെ വേണ്ട രീതിയിലുള്ള ഈ LPG കിട്ടാൻ ഇടയില്ലാത്ത സാഹചര്യം, വില വർദ്ധിക്കുന്ന സാഹചര്യം, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ചില നിയന്ത്രണങ്ങളിലേക്ക് ഒരു പക്ഷേ കേന്ദ്ര സർക്കാർ പോയേക്കാം എന്ന സൂചന കൂടിയാണ് ഇത്തരത്തിലുള്ള ആലോചനകൾ നടക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ഈ ഒരു പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായതിന് പിന്നാലെ ആദ്യഘട്ടത്തിൽ വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തിൽ നിയന്ത്രണം കൊണ്ടുവന്നു. അതിനുശേഷം പ്രീമിയം പെട്രോളുകളുടെ വില കൂടുന്ന സാഹചര്യം ഉണ്ടായി. ബൾക്ക് ഡീസലിന്റെ വില കൂട്ടി. ഇപ്പോൾ ഓയിൽ മാനുഫാക്ചറിംഗ് കമ്പനികളാണ് 14.2 കിലോ സിലിണ്ടർ, അതാണ് സാധാരണയായിട്ട് ഗാർഹിക ഉപഭോക്തനായിട്ട് എല്ലായിടത്തും ലഭിക്കുന്നത്. ആ സിലിണ്ടറിൽ 10 കിലോ നിറച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചന നടത്തുന്നത്. എന്നാൽ 10 കിലോ സിലിണ്ടർ നിറയ്ക്കുമ്പോൾ അത് 10 കിലോയാണെന്ന് തിരിച്ചറിയും വിധം സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ആളുകളെ അറിയിച്ച് അതിന് ആനുപാതികമായി വില കുറച്ച് തന്നെ ആയിരിക്കും വിൽക്കുക എന്നാണ് ഇപ്പോൾ പുറത്ത് ലഭിക്കുന്ന സൂചനകൾ. എന്നാൽ ഇതിന് ഏറ്റവും നിർണായകമായത് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയാണ്. അതിനായിട്ട് ഇപ്പോൾ കമ്പനികളുടെ തലത്തിലാണ് ആലോചനകൾ നടക്കുന്നത്. ഈ ക്ഷാമം പരിഗണിച്ച് കേന്ദ്ര സർക്കാർ ഇതിന് അനുമതി നൽകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതുവരെ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കണ്ടിട്ടില്ല. ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്ന വിവരമനുസരിച്ച് യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ 60 രൂപ സിലിണ്ടറിന് വില കൂട്ടി. ആകെ ഇപ്പോൾ ദില്ലിയിൽ 913 രൂപയാണ് ഒരു സിലിണ്ടറിന്, അതായത് 14.2 കിലോയുടെ ഗാർഹിക സിലിണ്ടറിന്. അത് കോഴിക്കോടേക്കൊക്കെ വരുമ്പോൾ 921, ചെന്നൈയിൽ 928 രൂപയും ഒക്കെ ആയിട്ട് കാണുന്നുണ്ട്. ആവറേജ് ഒരു 65 മുതൽ 70 രൂപ വരെയാണ് ഒരു കിലോയ്ക്ക് ഈടാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആനുപാതികമായിട്ട് വില കുറയുകയാണെങ്കിൽ 650-നും 700-നും ഇടയിലായിട്ട് സിലിണ്ടർ കിട്ടുമോ എന്നൊക്കെയാണ് ഇനി അറിയേണ്ടത്. ഏതായാലും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികരണമാണ് നിർണായകം. നിമ്മി, ശരി വൈശാഖ്, എന്തായാലും ആ തീരുമാനം എന്താകുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ബുക്കിംഗ് ഇടവേളയിൽ ഇനി എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത് ഒരുപോലെ ആശങ്കയുണ്ട് ഇത് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഇനി